പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലുള്ള വാക്കുകളെ 8 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. അതിലൊരെണ്ണമാണ് കൺജങ്ഷൻ. ഈ വീഡിയോയിൽ കൺജങ്ഷനെ പറ്റിയാണ് വിശദമാക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സെഷൻസ് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്നാൽ എനിക്ക് പ്രോത്സാഹനമാകും. നേരെ വീഡിയോയിലേക്ക് പോകാം. കൺജങ്ഷൻ എന്താണ്? Conjunctions are linking words that connect words, phrases, clauses or sentences. വാക്കുകളെയോ ഫ്രേസുകളെയോ ക്ലോസുകളെയോ വാചകങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾക്കാണ് കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്. There are two types of conjunctions: coordinating conjunction and subordinating conjunction. ആദ്യം coordinating conjunction നോക്കാം. Coordinating conjunctions connect two independent clauses, words or phrases of equal importance. തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഇൻഡിപെൻഡൻസ് ക്ലോസുകളെയോ വാക്കുകളെയോ ഫ്രേസുകളെയോ കൂട്ടിച്ചേർക്കുന്നു. എക്സാമ്പിൾ: ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഇത് എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ ഫാൻ ബോയ്സ് എന്ന അക്രോണിയം ഉപയോഗിക്കാം. അക്രോണിയം എന്ന് വെച്ചാൽ ആദ്യത്തെ ലെറ്റർ വെച്ചുള്ള അബ്രിവേഷനാണ്. എഫ് ഫോർ ഫോർ, എ ഫോർ, ആൻഡ് സോ ഓൺ. സെൻറ്റൻസിലെ ഉപയോഗം കൂടി നോക്കാം. ഇറ്റ് വാസ് കോൾഡ് സോ ഐ വോർ എ ജാക്കറ്റ്. ഹി ഈസ് യങ് യെറ്റ് വെരി വൈസ്. അടുത്ത സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. Subordinating conjunction connect an independent clause with a dependent clause. ഇത് സമയം, കാരണവും ഫലവും, വൈരുദ്ധ്യം തുടങ്ങിയ ബന്ധങ്ങളെ കാണിക്കുന്നു. സാധാരണ ഉപയോഗിക്കുന്ന സബോർഡിനേറ്റ് കൺജങ്ഷൻ ഇതൊക്കെയാണ്: although, after, as, when, while, until, because, before, if, since. AAWWUBBIS എന്ന അക്രോണിയം ഉപയോഗിച്ച് ഓർത്തു വയ്ക്കാം. സെൻറ്റൻസ് എക്സാമ്പിൾ: ഒന്ന്, ടൈം, ആഫ്റ്റർ, വെൻ, വൈൽ, ബിഫോർ, അൻറ്റിൽ, സിൻസ്. ഐ ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. They played outside until it got dark. Cause and effect: because, as, since. I stayed home because I was sick. She left early as she had a meeting. Contrast: although, while. Although it was raining, they went for a walk. She enjoys swimming while he prefers running. ഇനിയും ധാരാളം സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. കോമണായി ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് ഉദാഹരണമായി ഇതെടുത്തത്. ക്ലോസസിനെയും കോർഡിനേറ്റിംഗ് കൺജങ്ഷനെയും പറ്റിയുള്ള വീഡിയോ ചാനലിലുണ്ട്. സെൻറ്റൻസുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് കാണിക്കുന്നു. സെൻറ്റൻസുകളാണല്ലോ ആശയവിനിമയത്തിന് നമുക്ക് വേണ്ടത്. പലതരത്തിലുള്ള സെൻറ്റൻസുകളുടെ രൂപീകരണം മനസ്സിലാക്കാനാണ് മിക്ക വീഡിയോയിലും ഉദാഹരണങ്ങൾ ചേർക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റ് കൺജങ്ഷനും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ചുരുക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.